യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചതായി കേന്ദ്ര സർക്കാർ. സുപ്രീം കോടതിയിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. നിലവിലെ സ്ഥിതി ആശങ്കാജനകമല്ലെന്നും കേന്ദ്ര സർക്കാരും ആക്ഷൻ കൗൺസിലും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, പുതിയ മധ്യസ്ഥൻ അത് ആരാണ്? അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ കേന്ദ്രം അറിയിച്ചോ? ഇന്നെന്താണ് കോടതിയിൽ ഉണ്ടായത്? അനുജ, നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ സമർപ്പിച്ച ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചത്. ഈ ഘട്ടത്തിൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചതായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചു. എന്നാൽ ആ മധ്യസ്ഥൻ ആര് എന്നോ പേര് വെളിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അതേസമയം കോടതി കെ എ പോൾ ആണോ ആ മധ്യസ്ഥൻ എന്ന് കോടതി ആരായുകയായിരുന്നു. അതേസമയം കെ എ പോൾ അല്ല ആ മധ്യസ്ഥൻ എന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പുതിയ മധ്യസ്ഥൻ ഈ ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ യമനിലെ തന്നെ ചില പൗരന്മാർ ചിലരെ മധ്യസ്ഥതയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന് നേരത്തെ ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നു. ഇപ്പോൾ ഒരു പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചതായാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ നിമിഷപ്രിയയുടെ ജീവന് ആശങ്കയില്ല എന്നും സ്ഥിതിഗതികൾ നിലവിൽ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും നിലവിൽ ഇപ്പോൾ ആശങ്കയില്ല എന്ന് സുപ്രീം കോടതിയെ അറിയിച്ചു. തുടർന്ന് ഈ ഹർജി പരിഗണിക്കുന്നത് ജനുവരിയിലേക്ക് മാറ്റുകയായിരുന്നു. അതിനിടെ ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ആ ഘട്ടത്തിൽ ഹർജി പരിഗണിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നിമിഷപ്രിയയുടെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുതിയൊരു മധ്യസ്ഥനെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. അത് ആരാണ്? അതിന് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ അറിവായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.